വെൽക്കം ടു ടാനീസ് വ്ലോഗ്. ഇത് ഞങ്ങൾ വയനാട്ടിൽ കൽപ്പറ്റയിൽ അക്വ ടണൽ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കുറേ ഫിഷ് ഇങ്ങനെ ഒരു ടണൽ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഇതാക്കണ്ടോ എന്ത് രസമെന്നറിയോ, കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ചെറിയ സ്മോൾ ഫിഷ്, ചെറിയ ചെറിയ ഫിഷ് മീനുകളെ ഇങ്ങനെ ടണലിലാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ആദ്യം കാണുമ്പോൾ ചെറുത്, പിന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്തോറും നമുക്ക് വലിയ വലിയ മീനുകളെ കാണാം കേട്ടോ. അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മുടെ കൽപ്പറ്റയിൽ ബൈപ്പാസ് റോഡിലാണ് ഇതുള്ളത്. വയനാട്ടുകാർ എല്ലാവരും വന്ന് കണ്ടോ, അടിപൊളി സംഭവമാണ്. പിന്നെ അത് കൂടാതെ അവിടെ വേറെയും കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാവേ. ഇതാണ് അടുത്ത മെയിൻ ഐറ്റം. ഇതാണ് ഹ്യൂമൻ മെർമെയ്ഡ്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അവർ മോളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടേക്കൊക്കെ വരുന്ന കാണാൻ നല്ല രസമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേഡിയാണ്. അവർ നീന്തുന്ന കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫിഷിനെയൊക്കെ കണ്ട് ലാസ്റ്റ് വന്നപ്പോൾ ഒരു ഹ്യൂമൻ ഫിഷ് മെർമെയ്ഡ്, അത് നമുക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിന് ടാറ്റ കൊടുത്തത്. എനിക്ക് ടാറ്റയും ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടു എനിക്കിതിനെ. ഞങ്ങളിതിനെ കുറേ നേരം ഇങ്ങനെ അന്തം വിട്ട കുന്തത്തിനെ പോലെ നോക്കി നിന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ അക്വ ഫെസ്റ്റിന് പോയിട്ടുമില്ല. അത് കഴിഞ്ഞതേ ഇങ്ങനെ കറങ്ങി നടക്കുന്നൊരു പരിപാടി. ഇതിൽ കയറി ഞങ്ങളിങ്ങനെ ഇത് ചെയ്തു. ഇതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഫീസ് കൊടുക്കണം കേട്ടോ. ആദ്യം ഞങ്ങളൊരു 100 റുപ്പീസ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ആ ഫിഷിനെ കാണാൻ മാത്രമാണ്. മെർമെയ്ഡ് വരെ നമുക്ക് ഫ്രീ ആ 100 റുപ്പീസിൽ കാണാം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കുള്ള ഓരോ ഐറ്റംസിനും നമുക്ക് സെപ്പറേറ്റ് ഫീ കൊടുക്കണം. ഇത് കണ്ടോ, അപ്പൂസ് അതിൻ്റെ മുകളിൽ കയറി കളിക്കണു. അപ്പൂസിന് വേറെ ഒന്നും വേണ്ട, ഇത് കളിച്ചാൽ മാത്രം മതി. അവനിങ്ങനെ കുറേ നേരം ഇതൊക്കെ കളിച്ച് നടന്നു. പിന്നെ മോളൂട്ടിയും മമ്മിയും കൂടെ മറ്റേ ഡേഞ്ചർ സോണിൽ കയറി. അത് വലിയ പേടിപ്പിക്കുന്നൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മാസ്റ്റർ പീസ് സ്ഥലത്തെത്തിയത്. ഇവർ ഡേഞ്ചർ സ്ഥലത്ത് നിന്ന് വന്ന് കാണുന്നത്, വലിയ പേടിക്കാണ്ട്. ഇതാണ് മരണക്കിണർ. ഇത് പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ജംബോ സർക്കസ്, ഭാരത് സർക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുള്ള സംഭവമാണ്. ഇത് ഞാൻ പേടിച്ചിട്ട് ദൂരേന്ന് എടുത്തതാണ്, അതുകൊണ്ട് അത്ര അടിപൊളിയായിട്ട് കിട്ടിയില്ല. പക്ഷേ ഇവർ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഇങ്ങനെ കറങ്ങി അങ്ങ് പോകണ കാണുമ്പോൾ ഒരാൾ കാറിൽ പോകണുണ്ടോ, ആ കാറിൽ നിന്ന് അയാൾ പുറത്തേക്ക് ഇറങ്ങി ഡ്രൈവ് ഒന്നും ചെയ്യണില്ല. അതെ, അയാൾ ഓൾറെഡി അങ്ങ് വിട്ട് ഇതെങ്ങനെ നിന്നിട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് ഭയങ്കര അടിപൊളിയാണേ. പേടിയാവോ, ധൈര്യമുള്ളവർക്ക് പേടി ഉണ്ടാവുമോ എന്നറിയത്തില്ല. എനിക്ക് പേടിയായിരുന്നു, ഞാൻ ഇച്ചിരി മാറി നിന്നു. എനിവേ ഇത് നല്ല സൂപ്പർ സംഭവമാണ് കേട്ടോ. ഞങ്ങളെല്ലാം ഒന്നും കയറിയില്ലേ, ഞങ്ങൾ കുറച്ച് കാര്യങ്ങളിലാണ് കയറിയുള്ളൂ. അതിലൊരു ഏറ്റവും അടിപൊളി സംഭവമാണ് ഇതൊരു റിസ്കി സംഭവം കൂടിയാണേ. അപ്പോൾ സബ്സ്ക്രൈബ്